നിങ്ങളിൽ എത്രപേർ ഇപ്പോൾ തന്നെ അസന്മാർഗ്ഗികതയിൽ വ്യാപരിച്ചുകൊണ്ടും അബദ്ധസിദ്ധാന്തങ്ങളുടെ പിറകെ പോയിക്കൊണ്ടും ഭയലേശമന്യേ സാത്താനെ സേവിച്ചുകൊണ്ടും 10 പ്രമാണങ്ങളെ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയും സമയം വൈകുന്നതിനു മുൻപേ എന്നെ അന്വേഷിക്കുക. എന്തെന്നാൽ അധർമ്മത്തിന്റെ സൂര്യൻ എന്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയും എന്നെ തിരിച്ചറിയാത്തവരെ വഞ്ചിക്കുകയും ചെയ്യും. അവൻ അവരെ തങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നവരും പിശാചിന്റെ ശുശ്രൂഷകരുമാക്കി മാറ്റും. ഇതാ, ഞാൻ എതിർ ക്രിസ്തുവിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്റെ ജനം എതിർ ക്രിസ്തു മനുഷ്യകുലത്തിന് തന്നെ വെളിപ്പെടുത്തുന്നതിനെ കാത്തിരിക്കുന്നത് തുടരുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വഴിതെറ്റിക്കപ്പെടരുത്. എന്നെ ശ്രവിക്കുക. അവൻ പരീക്ഷണങ്ങൾ, വേദന, രോഗം, ഒറ്റപ്പെടൽ, അനുസരണക്കേട്, നിഷേധം, അഹംഭാവം, ദുഃഖം എന്നിവയിൽ കൂടിയെല്ലാം പ്രവർത്തിക്കും. നിങ്ങളെ തന്റെ അടുക്കലേക്ക് വലിച്ചിഴയ്ക്കാനും തന്റെ തന്നെ നിർവികാരത നിങ്ങളിലും നിറയ്ക്കാനുമായി അവൻ നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന സംശയചിന്തകളെയും ഉപയോഗിക്കും. അവൻ നിങ്ങൾക്ക് ആശ്വാസം വാഗ്ദാനം ചെയ്യും. എന്റെ ജനം അവൻ വാഗ്ദാനം ചെയ്യുന്ന ആശ്വാസത്തെ പാപമെന്ന് വിളിക്കുന്നില്ല. ഇപ്പോൾ എതിർ ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, പ്രയാസമേറിയ ശോധനകൾ ഇതാ അരികിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. എങ്കിൽ പോലും നിങ്ങൾ അതിനായി ഒരുങ്ങണം. എന്തെന്നാൽ ഈ പരീക്ഷണത്തെ നേരിടാൻ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി സജ്ജനായിരിക്കില്ല. നിങ്ങൾക്ക് അത് നേരത്തെ തന്നെ അറിയാം. എന്നിട്ടും നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എന്റെ വചനം അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്.